പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ടുശാലയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. പരിശോധന മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വിളക്കുകളും പൂജാപാത്രങ്ങളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. വേനൽ ചൂട് കടുത്തതോടെ പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപയോഗം കുറച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് KSEB. അഭ്യർത്ഥന പീക്ക് സമയ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ പൂരത്തിന് മുന്നോടിയായി പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ടുശാലയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. സാമ്പിളുകളുടെ രാസപരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന പരിശോധനകൾക്ക് ശേഷം ദേവസ്വത്തിന് ആശ്വാസം നൽകുന്നതാണ് ഈ റിപ്പോർട്ട്. നിരോധിത സ്ഫോടക വസ്തുക്കളില്ലെന്ന് വ്യക്തമായെങ്കിലും അനുവദിച്ചതിലും കൂടുതൽ അളവിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട കേസ് തുടരും. മുതലമടയിലെ വെടിമരുന്ന് നിർമ്മാണശാലയിൽ നിന്ന് പിടിച്ചെടുത്ത അധിക സാമഗ്രികൾ ഉടൻ മാറ്റാനും അവ സുരക്ഷിതമായി നിർവീര്യമാക്കാനും അധികൃതർ നടപടി ആരംഭിച്ചു. 2000 കിലോ വെടിമരുന്ന് സൂക്ഷിക്കാനാണ് അനുമതിയുള്ളതെങ്കിലും അതിലും ഏറെ മരുന്ന് ഇവിടെ കണ്ടെത്തിയിരുന്നു. അതേസമയം ലൈസൻസിക്കെതിരെ കേസെടുത്ത നടപടി തൃശൂർ പൂരം തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് ആരോപിച്ചു. ചർച്ചയ്ക്ക് തൊട്ടുമുമ്പ് കേസെടുത്തത് വേട്ടയാടലാണ്. അതിനിടെ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പൂരത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സാമ്പിൾ പ്രധാന പൂര വെടിക്കെട്ടുകൾ ഉൾപ്പെടെ എല്ലാം ഒഴിവാക്കിയിരുന്നു. കുടമാറ്റം 1 മണിക്കൂറിൽ നിന്ന് 15 മിനിറ്റായി ചുരുക്കി. പരമാവധി 10 സെറ്റ് കുടകൾ മാത്രം ഉൾപ്പെടുത്തും. ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവ് പഞ്ചവാദ്യവും സമയമാറ്റമില്ലാതെ തുടരും. 8 ഘടകപൂരങ്ങളും ചടങ്ങ് പാലിച്ച് നടക്കും. മീഡിയ ടൈം, തൃശൂർ. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വിളക്കുകളും പൂജാപാത്രങ്ങളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. മോഷ്ടാവ് ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് അകത്ത് കടന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച് പരിശോധന നടത്തി അന്വേഷണം ഊർജിതമാക്കി. വെള്ളിയാഴ്ച പുലർച്ചെ ക്ഷേത്രം നട തുറക്കാൻ ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 5 വലിയ വിളക്കുകൾ, 5 ഉരുളികൾ, പൂജാ സെറ്റ്, വിവിധതരം പൂജാപാത്രങ്ങൾ എന്നിവയാണ് ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടത്. എന്നാൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ക്ഷേത്രം ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ മോഷ്ടാവ് ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് അകത്ത് കടന്നതെന്ന് കണ്ടെത്തി. സംഭവത്തിൽ ദേവസ്വം ഓഫീസർ അനിൽകുമാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച് പരിശോധന നടത്തി അന്വേഷണം ഊർജിതമാക്കി. മീഡിയ ടൈം, പുതുക്കാട്. വേനൽ ചൂട് കടുത്തതോടെ പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപയോഗം കുറച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് KSEB. പീക്ക് സമയ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണിത്. ആഭ്യന്തര ഉത്പാദനം പരമാവധി കൂട്ടിയും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയെത്തിച്ചും എല്ലാ ഉപഭോക്താക്കൾക്കും ഇടതടവില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് KSEB. ഏപ്രിൽ 18-ന് സർവ്വകാല റെക്കോർഡായ 117.16 ദശലക്ഷം യൂണിറ്റിലേക്ക് പീക്ക് സമയ വൈദ്യുതി ഉപയോഗം എത്തിയിരുന്നു. വൈകുന്നേരം 6-നും 10-നും ഇടയിലെ വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിൽ ആദ്യമായി 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നു. ഏപ്രിൽ 23-ന് രാത്രി 10:30-ന് 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ വൈദ്യുതി ആവശ്യകത കൂടി. കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ആഭ്യന്തര ഉൽപ്പാദനം പരമാവധി കൂട്ടിയും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയെത്തിച്ചും എല്ലാ ഉപഭോക്താക്കൾക്കും ഇടതടവില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് KSEB. വൈദ്യുതി ആവശ്യകത പരിധിക്കപ്പുറം ഉയർന്നതോടെ പ്രസരണ വിതരണ ശൃംഖലയും വലിയ സമ്മർദ്ദത്തിലാണ്. ഇക്കാരണത്താൽ ചിലയിടങ്ങളിലെങ്കിലും വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അത്തരം ഇടങ്ങളിൽ ശൃംഖല പുനഃക്രമീകരണത്തിലൂടെയും മറ്റും ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് കഴിയുന്നിടത്തോളം പരിഹരിക്കാനാണ് KSEB ശ്രമിക്കുന്നത്. ഈ താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ വൈകിട്ട് 6-നും രാത്രി 11-നും ഇടയിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നും KSEB അഭ്യർത്ഥിച്ചു. പമ്പ് സെറ്റ്, ഇൻജക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ, AC തുടങ്ങിയ വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗവും വൈദ്യുതി വാഹന ചാർജിങ്ങും വൈകിട്ട് 6 മണിക്ക് ശേഷം ഒഴിവാക്കി പരമാവധി മറ്റു സമയങ്ങളിൽ ക്രമീകരിക്കണമെന്നും KSEB അഭ്യർത്ഥിച്ചു.
AC-യുടെ താപനില 24-26 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിച്ചും അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റുപകരണങ്ങളും ഓഫ് ചെയ്തും പീക്ക് സമയത്തെ വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്നും ഇത്തരം ക്രമീകരണങ്ങൾ ഉയർന്ന വൈദ്യുതി ബിൽ ഒഴിവാക്കാനും ഉപകരിക്കുമെന്നും KCB വ്യക്തമാക്കി. മീഡിയ ടൈം, മാള. വർഷങ്ങളായി മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്തെടുത്ത് മണ്ണിനെ ശുദ്ധീകരിക്കുന്ന ബയോ മൈനിംഗ് പ്രവൃത്തി ചാലക്കുടി നഗരസഭയിൽ പൂർത്തിയായി. മണ്ണിലെ മലിനീകരണം പരമാവധി കുറയ്ക്കുകയും ഭൂമിയെ വീണ്ടെടുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2 കോടി രൂപയോളമാണ് പദ്ധതിയുടെ ചിലവ്. ലോകബാങ്ക് സഹായത്തോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത നഗരസഭകളിൽ സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരമാണ് ദേശീയപാതയോട് ചേർന്ന് ക്രിമിറ്റോറിയത്തിന് സമീപമായി കിടക്കുന്ന നഗരസഭയുടെ 40.72 സെന്റ് ഭൂമിയിൽ ബയോ മൈനിംഗ് നടക്കുന്നത്. മണ്ണിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സിലിണ്ടറിൽ റോട്ടറി സെപ്പറേറ്റർ സംവിധാനം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത് ഇത് നീക്കം ചെയ്യുകയും നല്ല മണ്ണ് ഇവിടെ തന്നെ നിക്ഷേപിക്കുകയും അതുവഴി മണ്ണിലെ മലിനീകരണം പരമാവധി കുറയ്ക്കുകയും ഭൂമിയെ വീണ്ടെടുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2 കോടി രൂപയോളമാണ് പദ്ധതിയുടെ ചിലവ്. ഇവിടെ 5.5 മീറ്റർ താഴ്ചയിൽ 7560 M3 പ്ലാസ്റ്റിക് കലർന്ന മണ്ണുണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിൽ ബയോ മൈനിംഗ് ഇതുവരെ പൂർത്തിയായതിൽ 200 ടണ്ണിലധികം പ്ലാസ്റ്റിക് തിരിച്ചെടുത്തിട്ടുണ്ട്. തിരിച്ചെടുത്തതിൽ 155 ടൺ പ്ലാസ്റ്റിക് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള ഡാൽമിയ സിമന്റ് കമ്പനിക്ക് നൽകി കഴിഞ്ഞു. മൈനിംഗ് പൂർത്തിയാവുമ്പോൾ മൊത്തം 300 ടണ്ണോളം പ്ലാസ്റ്റിക് ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു. അരിച്ചെടുത്ത നല്ല മണ്ണും വേർതിരിക്കാനാവാത്ത 5% പ്ലാസ്റ്റിക് കലർന്ന മണ്ണും കല്ല്, കട്ട ഉൾപ്പെടെയുള്ളവയും തിരിച്ചു കുഴിച്ച സ്ഥലത്ത് തന്നെ ബയോ മൈനിംഗ് ശേഷം സ്ഥാപിക്കും. മൈനിങ്ങിന് ശേഷമുള്ള മണ്ണ് ഉൾപ്പെടെയുള്ളവ സമീപത്തെ സ്ഥലങ്ങളിലായി ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് ലാബ് പരിശോധനയ്ക്ക് ശേഷമാണ് തിരിച്ചു നിക്ഷേപിക്കുക. ബയോ മൈനിംഗ് പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബുവിന്റെ അധ്യക്ഷതയിൽ KSW MP ഉദ്യോഗസ്ഥരും കരാർ കമ്പനി പ്രതിനിധികളും നഗരസഭാ അധികൃതരുമായി നടന്ന അവലോകന യോഗത്തിൽ ഏപ്രിൽ 30-നകം പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ട കരാർ കമ്പനി ഉറപ്പ് നൽകി. മഴയ്ക്ക് മുൻപ് മണ്ണ് ബാഗ് ഫിൽ ചെയ്യുന്ന പ്രവർത്തനവും പൂർത്തിയാക്കണമെന്ന് കമ്പനിക്ക് നിർദ്ദേശം നൽകി. മീഡിയ ടൈം, ചാലക്കുടി. 3.5 കോടിയോളം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ടർഫ് കോർട്ട് സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ പുതിയ ഗ്രൗണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ടർഫ് കോർട്ടാണ് നാശത്തിന്റെ വക്കിലായിരിക്കുന്നത്. നഗരസഭയുടെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. സംരക്ഷണ ഭിത്തികൾ ഒരുക്കാത്തതിനെ തുടർന്ന് ടർഫ് കോർട്ടിൽ വിരിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പുല്ലുഷീറ്റുകൾ തെരുവ് നായകൾ പല ഭാഗത്തും കടിച്ചുകീറി നശിപ്പിച്ചിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ തെരുവ് നായകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ടർഫ് കോർട്ട്. ഗവൺമെന്റ് ബോയ്സ് സ്കൂളിനോട് ചേർന്ന് 6 ട്രാക്കോട് കൂടിയ ഫുട്ബോൾ ഗ്രൗണ്ടും പവലിയനും നിർമ്മിക്കാനായി BD ദേവസി MLA ആയിരുന്ന കാലത്താണ് 5 കോടി അനുവദിച്ചത്. പഴയ ഗ്രൗണ്ട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടതിനാൽ സ്കൂളിനോട് ചേർന്ന് പുതിയ സ്റ്റേഡിയം വേണമെന്ന കായിക പ്രേമികളുടെയും നാട്ടുകാരുടെയും ആവശ്യത്തെ തുടർന്നാണ് 5 കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി സ്കൂൾ കമ്പൗണ്ടിലെ വിവിധ സ്ഥാപനങ്ങൾക്കായുള്ള കെട്ടിടങ്ങൾ ഒതുക്കി പണിയുകയും ചെയ്തു. എന്നാൽ ഈ പദ്ധതി കോൺഗ്രസ് എതിർക്കുകയും നിർമ്മാണം സ്തംഭിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. പിന്നീട് വന്ന MLA സനീഷ് കുമാർ ജോസഫ് 5 കോടി ഉപയോഗിച്ച് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ പുതിയ ഗ്രൗണ്ടിൽ ടർഫ് കോർട്ട് നിർമ്മിച്ചു. അനുവദിച്ച 5 കോടിയിൽ 3.5 കോടിയോളം രൂപ ചിലവിട്ട് ബാക്കി തുക ലാപ്സാവുകയും ചെയ്തു. കായിക താരങ്ങൾ, സ്കൂൾ PTA, വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവരുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് ടർഫ് കോർട്ട് നിർമ്മിച്ചത്. എന്നാൽ ടഫ് കോർട്ടിന് ചുറ്റും സംരക്ഷണ ഭിത്തി ഒരുക്കാനും തയ്യാറായില്ല. ഇതോടെ ടഫ് കോർട്ട് സംരക്ഷണമില്ലാതെ തെരുവ് നായകളുടെ കേന്ദ്രമായി മാറി. ഇതിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന പവലിയനുമുണ്ട് അപാകത. ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ പവലിയൻ നിർമ്മിച്ചതിനാൽ കളിക്കാർ ഇതിൽ വന്നിടിച്ച് അപകടമുണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് ആക്ഷേപം. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള ആലത്തൂർ ശ്രീ മഹാവിഷ്ണു ശ്രീരാമക്ഷേത്രത്തിന്റെ ചുറ്റമ്പല സമർപ്പണം നടന്നു. മഹർഷി മഹാരാജ് ആനന്ദവനം സ്വാമികൾ ചുറ്റമ്പല സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് നടന്ന ആചാര്യസഭ ആനന്ദവനം സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പണിക്കത്ത് അപ്പു നമ്പൂതിരിക്ക് സാന്ദീപനി പുരസ്കാരം നൽകി. ചുറ്റമ്പലം ഹനു മണ്ഡപം പുനർനിർമ്മാണ പ്രവർത്തികൾ ചെയ്ത ആനമ്പലത്ത് സുരേന്ദ്രൻ, രവി, ശിവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പാമ്പുമേക്കാട് ജാതവേദൻ നമ്പൂതിരിപ്പാട്, TN മുരളീധരൻ നമ്പൂതിരി, TN പ്രകാശ് എന്നിവർ സംസാരിച്ചു. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ദിവ്യകാരുണ്യ നിത്താരാധനയുടെ കപ്പേളയുടെ ആശീർവാദം നടന്നു. ഇരിങ്ങാലക്കുട ബിഷപ്പ്
മാർപ്പോളി കണ്ണൂക്കാടൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് വെളക്കനാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ തണ്ടിയേക്കൽ, ഇടവക വൈദികരായ ഫാദർ ജെൻസൺ ചന്ദ്രാപ്പിനി, ഫാദർ അനൂപ് പാട്ടത്തിൽ, ഫാദർ ഷെനിൽ കറമ്പൻ, ഫാദർ ബെൽവിൻ കോപ്പുള്ളി എന്നിവർ സഹകാർമ്മികരായിരുന്നു. ചാലക്കുടി കലാഭവൻ മണി പാർക്കിലെ കൂറ്റൻ തേനീച്ചക്കൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. പാർക്കിലെ മരത്തിനു മുകളിലാണ് തേനീച്ചക്കൂട് രൂപപ്പെട്ടിരിക്കുന്നത്. രാവിലെയും വൈകിട്ടും നിരവധി പേർ പ്രഭാത സായാഹ്ന സവാരി നടത്തുന്നിടത്താണ് ജീവന് ഭീഷണിയായി നിൽക്കുന്ന തേനീച്ചക്കൂട്. പാർക്കിൽ വൈകിട്ട് നിരവധി കുട്ടികളും കളിക്കാനെത്തുന്നുണ്ട്. തേനീച്ചക്കൂട് ഇളകിയാൽ കുട്ടികളടക്കമുള്ളവർക്ക് വലിയ ദുരിതമാണ് സംഭവിക്കുക. ആഴ്ചകളായി ഭീമൻ തേനീച്ചക്കൂട് രൂപപ്പെട്ടിട്ടും നഗരസഭ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ആരോപണം. തേനീച്ചക്കൂടിന്റെ അപകടം സംബന്ധിച്ച് നഗരസഭ അധികൃതരെ അറിയിച്ചിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും എടുക്കുന്നില്ലെന്നും പരാതിയുണ്ട്. തേനീച്ചക്കൂട് ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത്. കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. കാക്കാതുരുത്തി മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പിൽ മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങളുടെ രക്തപരിശോധനയും ക്ഷയം, കുഷ്ഠം തുടങ്ങിയവയുടെ സ്ക്രീനിങ്ങും നടത്തി. കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV സ്നേഹ കമലാധരൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ നഹിദ, സീന ഇസ്മായിൽ, മുൻ വാർഡ് മെമ്പർ PA ഇസഹാക്ക്, ഹെൽത്ത് ഇൻസ്പെക്ടർ KN മനോജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KV രഞ്ജിത്ത്, KD ബിജി, AD ദിലീപ്, ആശാപ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 12 നടക്കുന്ന ഊട്ടുതിരുനാളിന് മെയ് 5 ചൊവ്വാഴ്ച കൊടികയറും. രാവിലെ 10 വരാപ്പുഴ അതിരൂപത സഹായം മെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലിനെ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് കൊടിയേറ്റം നടക്കും. തിരുനാൾ ദിനങ്ങളിൽ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടക്കും. പ്രമുഖ വൈദിക ശ്രേഷ്ഠൻ കാർമ്മികരാകും. മെയ് 9 ശനിയാഴ്ച ഇടവക ദിനം, 10 ഞായർ പ്രസുതേന്തി വാഴ്ച, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്നിവ നടക്കും. തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നതെന്ന് ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി, ആന്റണി കല്ലറയ്ക്കൽ, ഫ്രാൻസിസ് കറുപ്പശ്ശേരി, ആൽബി പടമാട്ടുമ്മൽ, ഭീനൻ താണിപ്പിള്ളി, അലക്സ് പള്ളിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എടത്തുരുത്തി വെസ്റ്റ് കുമ്പളത്തുപറമ്പിൽ ശ്രീ ബാലമുരുകസ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. കലശാഭിഷേകം, എഴുന്നള്ളിപ്പ്, പൊങ്കാല, വീരനാട്യം, താലം വരവ്, ചിന്തുപാട്ട്, ദേവിക്ക് കളമെഴുന്നള്ളിപ്പ് തുടങ്ങിയവ നടന്നു. ക്ഷേത്രം തന്ത്രി ഹരിലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KK ബൈജു, KA പ്രകാശൻ, KA ശോഭനൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ടുശാലയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. പരിശോധന മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വിളക്കുകളും പൂജാപാത്രങ്ങളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. വേനൽ ചൂട് കടുത്തതോടെ പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപയോഗം കുറച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് KSEB. അഭ്യർത്ഥന പീക്ക് സമയ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.